നല്ലൊരു ഓണസദ്യ ഉണ്ട് വയറും മനസ്സും നിറയണമെങ്കിൽ പായസത്തിനൊരു വലിയ സ്ഥാനം തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു സ്പെഷ്യൽ ഹെൽത്തി പായസമാക്കിയാലോ. ചാമാരി അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് എന്നൊക്കെ പറയുന്ന ഡയറ്ററി ഫൈബർ ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു മില്ലറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം കുറച്ചുകൂടെ ഒന്ന് സ്പെഷ്യലാക്കാൻ വേഗം ഈ റെസിപ്പി സേവ് ചെയ്ത് വെച്ചാട്ടോ. പായസം ഉണ്ടാക്കാനായിട്ട് നല്ല ഗുഡ് ക്വാളിറ്റി ചാമാരി തന്നെ എടുക്കണേ. ഇത് തവിട് കളയാത്ത ചാമാരിയാണ്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 2-3 വട്ടം വാഷ് ചെയ്ത് അത് സോക്ക് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽസും അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു കാരമൽ ചാമാരി പായസമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നെയ്യിൽ ആവശ്യത്തിന് ഷുഗർ ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ വേണ്ടാന്നുണ്ടെങ്കിൽ ജാഗ്രി യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഷുഗറിൽ കാരമലൈസ് ചെയ്ത് കിട്ടുന്ന ആ പായസത്തിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കാരമലിലേക്ക് തന്നെ ഈ ചാമാരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവാനും പിന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ. ഇത് ഈ പാലിലേക്ക് ചേർത്ത് കുറുക്കിയെടുത്താലും മതി. പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചാമരിക്ക് 1 ലിറ്റർ പാൽ എന്നാണ് കേട്ടോ കണക്ക്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരേൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ. ഞാൻ ഇവിടെ 1/2 കപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ പാല് നല്ല കുറുകി കിട്ടണം. ഇവിടെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പാലിൽ തന്നെ ഈ അരി വേവിച്ചതുകൊണ്ട് അത്യാവശ്യം കുറുകിയിട്ട് തന്നെയാണ് ഇട്ടുള്ളത്. ഇതിലേക്ക് ഏലക്ക ആവശ്യത്തിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് അരിയൊക്കെ വെന്ത് പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് വഴറ്റും. ഞാൻ മുന്തിരി യൂസ് ചെയ്യുന്നില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ആ ഒരു സ്മെല്ല് വീട്ടിൽ മൊത്തം പരക്കുമ്പോൾ ഓണം അങ്ങ് വന്നതിൻ്റെ ഒരു പ്രതീതിയല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പായസമാണ്. നല്ല കുറുക്കി നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ അടയും സേമിയയും ഒന്നും ഉണ്ടാക്കാതെ ഈ ഒരു വെറൈറ്റി പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം.